നാഫി, നമ്മൾ അന്ന് പറഞ്ഞ ജോബ് മാർക്കറ്റിലെ ആദ്യത്തെ സ്കിൽ കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അത് തോട്ട്സ് ഷെയർ ചെയ്യുക, ഐഡിയാസ് ഷെയർ ചെയ്യുക, ഇൻഫർമേഷൻ കൃത്യമായിട്ട് കൊടുക്കുക. ഇതാണ് അതിൽ വേണ്ടത്. അല്ലാതെ വെറും ടോക്കിംഗ് മാത്രമല്ല. എന്തുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ? ഫസ്റ്റ് വൺ ഈസ് ടീം വർക്ക്, അല്ലെങ്കിൽ ടീം കൃത്യമായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് പ്രോബ്ലം സോൾവിങ് ഈസി ആയിരിക്കും. മൂന്നാമത്തത് ടീമിലുള്ള അനാവശ്യമായ കൺഫ്യൂഷൻസ്, മിസ്അണ്ടർസ്റ്റാൻഡിങ്, മിസ്കോൺസെപ്റ്റ്, മിസ് ഇൻഫർമേഷൻ ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റും. നാലാമത്തത് നമ്മുടെ കസ്റ്റമർ അല്ലെങ്കിൽ ക്ലയന്റുമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സബോർഡിനേറ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ ഹെൽത്തി ആക്കാൻ പറ്റും. അപ്പൊ അതിന് നമുക്ക് ഇതിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചുള്ള ഒരു ചെറിയ ആക്ടിവിറ്റി നമുക്ക് ചെയ്യാം. അപ്പൊ നാഫി ഫെമിനെയും ഞാൻ പറയുന്നത് പോലെ മാത്രം ചെയ്യാം. എന്നെ ശ്രദ്ധിക്കണ്ട, പേപ്പറിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഒരു A4 പേപ്പർ ഉണ്ട്, അത് ബ്ലാങ്ക് ആണ്, എംറ്റി ആണ്. ആ A4 പേപ്പർ നേർപകുതിയായിട്ട് മടക്കുക. മടക്കിയല്ലോ. ആ നേർപകുതിയാണ് ഇപ്പൊ നിങ്ങൾ മടക്കിയിട്ടുള്ളത്. ആ മടക്കിയതിന്റെ വലത്തെ ഭാഗത്ത് അറ്റത്ത് നിന്ന് ഒരു പീസ് കീറിയെടുക്കുക. ഓക്കെ, അടുത്തത് കീറിയെടുത്തല്ലോ. അടുത്ത് ആ പേപ്പറിന്റെ സെന്റർ ഭാഗത്ത് നിന്ന് അതുപോലെ തന്നെ ഒരു പീസ് കീറിയെടുക്കുക, സെന്റർ ഭാഗത്ത്. ഇനി അങ്ങേ അറ്റത്ത് നിങ്ങളിപ്പോ വലതു ഭാഗത്താണ് കീറിയതെങ്കിൽ ഇടത് ഭാഗത്ത് എത്തുന്നതിന്റെ ഒരു സെന്റിമീറ്റർ മുമ്പൊക്കെ ആയിട്ട് ഒരു ചെറിയ പീസ് കീറിയെടുക്കുക. ഓക്കെ, ഇത് രണ്ടുപേരും കൂടി ആ പേപ്പർ ഒന്ന് കാണിക്കണം. നമ്മൾ നടത്തിയ സിമ്പിൾ ആക്ടിവിറ്റിന്റെ റിസൾട്ട് നോക്കി. ഇത് നാഫിയുടെ പേപ്പറാണ്, ഇത് ഫെമിനയുടെ പേപ്പറാണ്. ഹലോ, ഇത് പക്ഷെ ഐഡന്റിക്കൽ അല്ല, ഒരുപോലെയല്ല. എന്തോ പറ്റി? കാരണം എന്തായിരിക്കും? അപ്പൊ ഇതാണ് ഇതില് ഒരൊറ്റ പ്രശ്നം പറ്റിയത്. ഞാൻ പേപ്പർ നേർപകുതിയായിട്ട് മടക്കാൻ പറഞ്ഞു. അപ്പോ നാഫി ഇങ്ങനെ മടക്കി, ഫെമിന ഇങ്ങനെയും മടക്കി. രണ്ടുപേരും ചെയ്ത് ശരിയാണ്. ഇവിടെ പ്രശ്നം ആരുടെയാണ്? എന്റെയാണ്. ഞാൻ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറയണമായിരുന്നു. പേപ്പർ ഹൊറിസോണ്ടൽ ആയിട്ട് മടക്കണം അല്ലെങ്കിൽ വെർട്ടിക്കൽ ആയിട്ട് മടക്കണം എന്ന് ഞാൻ പറയണമായിരുന്നു. അത് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇതാണ് കമ്മ്യൂണിക്കേഷൻ. ക്ലിയർ ആയിരിക്കണം. അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ലിസൺ ബിഫോർ യു സ്പീക്ക്. അവർക്ക് പറയാനുള്ളത് കൃത്യമായിട്ട് കേൾക്കുക, എന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. രണ്ടാമത്തത്, ബി ക്ലിയർ. മെസ്സേജ് ഷുഡ് ബി ക്ലിയർ ആൻഡ് റെസ്പെക്ട്ഫുൾ വേ. ഓക്കെ. മൂന്നാമത്തത്, മെയിൻറ്റെയിൻ യുവർ ബോഡി ലാംഗ്വേജ്, എസ്പെഷ്യലി ഐ കോണ്ടാക്ട്. ഓക്കെ. ദെൻ ഫോർത്ത് വൺ, യൂസ് സിമ്പിൾ വേർഡ്സ്. ഡോണ്ട് യൂസ് ബൊംബാസ്റ്റിക് വേർഡ്സ്, സിമ്പിൾ വേർഡ്സ്. ഈ 4 കാര്യങ്ങൾ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിച്ചാൽ തന്നെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആവും. എപ്പോഴും പറയാറുണ്ട്, കമ്മ്യൂണിക്കേഷൻ ഈസ് നോട്ട് ടോക്കിംഗ് ബട്ട് ഇറ്റ് ഈസ് കണക്റ്റിംഗ്. അതാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണ്ടത്. കൂടുതൽ അറിയണമെങ്കിൽ, കൂടുതൽ ആക്ടിവിറ്റികളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്യും, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യും. നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാം. ഓക്കെ, താങ്ക് യു.